എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 195-ാമത്തെയാണ്. അതായത് ഈ ബുക്കിനെ സംബന്ധിച്ചവരെ 45-ാമത്തെ വീഡിയോ ആണ്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ സീരീസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ വീഡിയോയിലും വരുന്ന അടുത്ത വീഡിയോയിലും നോക്കാൻ പോകുന്നത് ഒരു അധ്യായമാണ്. അതിൻ്റെ പേര് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് മാരിറ്റൽ പ്രോബ്ലംസ്. മാരിറ്റൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ കല്യാണം സംബന്ധിച്ച്, കല്യാണം കഴിഞ്ഞേ പിന്നീട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നല്ല രീതിയിൽ കല്യാണം കഴിക്കുക. ഒരു പ്രായം ചെന്നാൽ നല്ല രീതിയിൽ കല്യാണം കഴിക്കണം. നമ്മൾ അങ്ങനെ ഐഡിയലായിട്ട്, അതായത് വേറെ ആരും ജീവിക്കാത്ത രീതിയിൽ നമ്മൾ വളരെ സന്തോഷമായിട്ട് വഴക്കേയിടാതെ എല്ലാ രീതിയിലും മനസ്സൊരുമിച്ച് ജീവിക്കണം എന്നാണ് എല്ലാവരുടെയും സ്വപ്നം. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഐഡിയൽ കപ്പിളിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ഐഡിയൽ കപ്പിൾ എന്ന് പറയുന്നതും ഒരാണും ഒരു പെണ്ണും കല്യാണം എന്നുള്ള പേരിൽ ഒന്നിച്ച് ഒരേ കൂരയുടെ അടിയിൽ ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. അവർ രണ്ടുപേരും ദേവന്മാരോ ഋഷിമാരോ ഒന്നുമല്ല. അവർ രണ്ടുപേരും മനുഷ്യരാണ്. ഓക്കെ, അപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോഴേ ഈ ഭൂമിയിൽ അവതാരം എടുക്കുന്നത്, ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ നമ്മളുടെ കുറ്റം കുറകൾ ഉള്ളതുകൊണ്ടാണ്. നമ്മളുടെ കർമ്മ തീർന്നിട്ടില്ല. നമ്മുടെ കർമ്മയെ അനുഭവിക്കാനാണ്, നല്ല കർമ്മയാണെങ്കിലും ശരി, ചീത്ത കർമ്മയാണെങ്കിലും ശരി, അനുഭവിക്കാനാണ് ഈ ജന്മം എടുക്കുന്നത്. ഈ ഭൂമിയിൽ ജന്മം എടുത്ത് വരുന്നതേ അതുകൊണ്ടാണ്. അപ്പം നോബഡി ഈസ് പെർഫെക്റ്റ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനായിട്ട് ജനിച്ചോ ആരായിരുന്നാലും ശരി, അത് പഠിച്ചവരോ പഠിക്കാത്തവരോ, പണമുണ്ടോ ഇല്ലയോ, അങ്ങേ അറ്റത്തെ പേരും പ്രതാപവും ഉള്ള ആളാണെങ്കിൽ പോലും അവർക്കൊക്കെ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ വീക്ക്നെസ് കാണും. വീക്ക്നെസ് എന്ന് വെച്ചാൽ ഒരു കെട്ട സ്വഭാവം എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, പെട്ടെന്ന് ഒരു ദേഷ്യം വരിക. എത്രയോ വർഷം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് തെറ്റായിട്ട് പോകുമ്പം ഒന്ന് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ട് അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പല സ്ഥലത്തും പലരിടത്തും കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്തും എൻ്റെ വീട്ടിലെ ആൾക്കാർ സ്ഥിരം ചോദിക്കാറുണ്ട്, ഓ അമ്മ ഇത്രയും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെ എന്തിനാ അമ്മയ്ക്ക് ദേഷ്യം വരുന്നതെന്ന്. ഇപ്പോൾ ഒരു കൊച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ തെറ്റായിട്ട് ഒരു കാര്യം ചെയ്യുമ്പം അതെന്തിനാ അങ്ങനെ ചെയ്തേ നമ്മളൊന്ന് ചൂടാവുന്നു. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഉള്ള അതിനെ കംപ്ലീറ്റായിട്ട് നെഗറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പോലും ദേഷ്യം വരാതിരിക്കുന്നതാണ് ഒരു നല്ല ഗുണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പം നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. ഈ മനുഷ്യ ജന്മം എടുത്ത ആരും തന്നെ പെർഫെക്റ്റ് അല്ല. അങ്ങനെ രണ്ട് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചേരുമ്പം ജീവിക്കാൻ വേണ്ടിയാണ്, പക്ഷേ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഐഡിയൽ കപ്പിളാണ് എന്നൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല, നടക്കത്തുമില്ല. പക്ഷേ ഇതിൽ ഈ പ്രോബ്ലം എന്ന് വരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഇട്ട് പിരിഞ്ഞു പോകുന്നതും, അല്ലെങ്കിൽ കോടതിയുടെ വാതിൽക്കൽ കയറി നിൽക്കുന്നതും, വിവാഹ വിമോചനം വേണം എന്ന് ആ വിവാഹത്തിൽ നിന്ന് നമുക്ക് എന്നെ മോചിപ്പിക്കണേ
എന്ന് ഒരു കോർട്ടിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കുന്നതുമൊക്കെ കുറച്ച് എക്സ്ട്രീം കണ്ടീഷനാണ്. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡോക്ടർ ജോസഫ് മർഫി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആ അധ്യായത്തിനെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഉപബോധ മനസ്സിൻ്റെ പവറിനെ അറിയാത്തവരും അതിനെ മനസ്സിലാക്കാത്തവരും അതിൻ്റെ ഫുൾ പവറിനെ, ഫുൾ ശക്തിയെ, ഫുൾ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കാത്തവർക്കാണ് ഇങ്ങനെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിലെ ഇടയിൽ ഫ്രിക്ഷൻ വരുന്നത്. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ അലോഹ്യം. അത് അപ്പം അദ്ദേഹം അടുത്ത സെൻറ്റൻസ് എന്തുവാണോ പറയുന്നത്? ബൈ പ്രേയിങ് ടുഗെദർ ദേ സ്റ്റേ ടുഗെദർ. ബൈ പ്രേയിങ് ടുഗെദർ ദേ സ്റ്റേ ടുഗെദർ. അപ്പം എന്തോ രണ്ടുപേരും ഒന്നിച്ച് അമ്പലത്തിൽ പോകണം, ഒന്നിച്ച് പ്രാർത്ഥന ചെയ്യണം, അങ്ങനല്ല. രണ്ടുപേരും ഒരുപോലെ എനിക്ക് ഇന്നത് വേണം, അങ്ങനെ ഈ രീതിയിൽ ചെയ്യണം എന്ന് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മാത്രമേ ഇങ്ങനത്തെ ബന്ധം നിലച്ച് നിൽക്കത്തുള്ളൂ, ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എത്രയോ കാര്യങ്ങളിൽ നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗിച്ച് നമുക്ക് സക്സസ് കിട്ടാം, പരീക്ഷയിൽ പാസ് ചെയ്യാം, സ്ഥലങ്ങൾ വാങ്ങിക്കാം, സ്ഥലങ്ങൾ വിൽക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയെല്ലാം നമുക്ക് പൂർത്തീകരിക്കാം, എന്തൊക്കെയോ ഇത്രയും നാൾ പറഞ്ഞു. ഇപ്പം പറയാൻ പോകുന്നത് ഈ കല്യാണത്തിൽ വരുന്ന ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പം കല്യാണം എന്ന് പറയുമ്പോഴേ ഒരാണും ഒരു പെണ്ണും ഒന്നിച്ച് ചേരുമ്പം അവർക്ക് ഈ ഫിസിക്കൽ ബോഡി മാത്രമല്ല ഒന്നിച്ച് ചേരുന്നത്, മെൻ്റൽ ബോഡിയും ഒന്നിച്ച് ചേരും. അതുമാത്രമല്ല, ഈ ഫിസിക്കൽ ബോഡിയിലുള്ള പൊരുത്തം നോക്കുന്നതിനെക്കാട്ടിലും മനപ്പൊരുത്തമാണ് കൂടുതൽ വേണ്ടിയത്. ഇപ്പോൾ ഫിസിക്കൽ ബോഡി എന്ന് പറയുമ്പം ഒരു പെണ്ണ് നോക്കുമ്പോഴൊക്കെ നല്ല 6 അടി പൊക്കമുള്ള ആജാനുബാഹുവായിട്ടുള്ള ഒരു ആളിനെ, ഒരു 3 അടി പൊക്കമുള്ള ഒരു പെണ്ണിനെ നോക്കിയാൽ ആർക്കും അത് കാണുമ്പോൾ അത് ഫിസിക്കലായിട്ട് പൊരുത്തമില്ല എന്നുള്ള ഒരു തോന്നൽ വരും, ഇല്ലേ? പിന്നെ ഇപ്പം നമ്മൾ വേറെ അങ്ങനെ വലുതായിട്ടൊന്നും നോക്കാറില്ല, എന്നാലും ഒരുവിധം ഫിസിക്കൽ അപ്പിയറൻസും ഒരുവിധം ഹൈറ്റിൻ്റെയും വെയ്റ്റിൻ്റെയൊക്കെ ഒരുവിധം പൊരുത്തം നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഫിസിക്കൽ ബോഡിയുടെ പൊരുത്തത്തിനെക്കാട്ടിലും എല്ലാവർക്കും അറിയാം, ഞാൻ ഒന്നും പുതിയതായിട്ടല്ല പറയുന്നത്, മനപ്പൊരുത്തമാണ് ഈ ഒരു കല്യാണത്തിനെ എത്ര വർഷങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാം, ഒടുക്കം വരെ കൊണ്ടുപോകാനൊക്കെ എന്നുള്ളത് ആ മനപ്പൊരുത്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പം മനസ്സിൽ ഒരാളെ ഒരു കല്യാണം കഴിയുമ്പോൾ ഒരു മനസ്സിൽ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ഫിസിക്കൽ ിലുള്ള പോരായ്മയൊന്നും വലുതായിട്ട് കാണത്തില്ല. അത് വലിയതായിട്ട് ഭൂതാഹാരമായിട്ട് അതിനെ മൈക്രോസ്കോപ്പിൽ വെച്ച് വലുതാക്കി നോക്കി ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ബോഡിയുടെയും മെൻ്റൽ ബോഡിയുടെയും യൂണിയൻ ആണ് ഒരു മാരേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനു പുറമേ വേറൊരു യൂണിയനും കൂടെ ഉണ്ട്. അതും ഞാൻ നേരത്തെ ഈ ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് പറയുമ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ഭൗതിക ശരീരമല്ല മാത്രമല്ല, മനപ്പൊരുത്തം മാത്രമല്ല, നമ്മളുടെ ഈ പ്രാണിക് ബോഡി ഉണ്ടല്ലോ, ആസ്ട്രൽ ബോഡി വരെ ഒന്നിച്ചാകും. എപ്പം? ഈ ഭാര്യയും ഭർത്താവിൻ്റെയും സംഗമത്തിൽ. ഒരേ വീട്ടിൽ താമസിക്കുന്നു, അടുത്തടുത്തിരിക്കുന്നു, അടുത്തടുത്തിരുന്ന് സോഫയിൽ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നു, TV കാണുന്നു, ഒന്നിച്ചിരുന്ന് ഉണ്ണുന്നു, ഒന്നിച്ച് കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആകുമ്പം അവർ തമ്മിൽ
ആസ്ട്രൽ ബോഡിയിലും കൂടെ ഒരു ഇണക്കമുണ്ടാകും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് ജോസഫ് മർഫി പറഞ്ഞില്ലെങ്കിലും ഞാൻ വിചാരിച്ചു നേരത്തെ നമ്മൾ ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതും ഒരു പോയിൻ്റ് നമ്മൾ കണക്കിലെടുക്കണം. ഇത് ഞാൻ അറിഞ്ഞത് സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. അപ്പം അദ്ദേഹം ഇത് എന്ത് പറഞ്ഞുകൊണ്ട് വരുമ്പം പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് ഭാര്യയും ഭർത്താവും ഇടയിലുള്ള ബന്ധത്തിന് മാത്രമല്ല അദ്ദേഹം പറയാൻ വന്നത്. ഇപ്പം ഒരു പുരുഷൻ പല പെണ്ണുങ്ങളുടെ കൂടെ ഈ ബന്ധം വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പല ആണുങ്ങളുടെ കൂടെ ഇങ്ങനെ ദേഹത്താലും മനസ്സാലും ഒന്നിച്ചിരുന്ന് ബന്ധം പുലർത്തുമ്പോൾ അവരുടെ ആസ്ട്രൽ ബോഡിയും കൂടെ ഒന്നിച്ച് ചേരും. അപ്പം ഒരുത്തന് ഒരുത്തി എന്നുള്ള രീതിയിൽ അവർ കുറേ നാൾ ജീവിക്കുമ്പം ആ ആസ്ട്രൽ ബോഡിയിലെ ഒരു പൊരുത്തം ഉണ്ടാകും. അതേസമയത്ത് ഒരുത്തൻ പല പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ ബന്ധം വയ്ക്കുമ്പം അവൻ്റെ ആസ്ട്രൽ ബോഡി തന്നെ ചിന്നാഭിന്നമായിട്ട് അങ്ങ് മാറും. എന്നുവെച്ചാൽ അവൻ്റെ ആസ്ട്രൽ ബോഡിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എവിടൊക്കെയായി ഈ ബന്ധങ്ങൾ, എവിടുന്നൊക്കെയോ വേറെ വേറെ ബന്ധങ്ങൾ വന്ന് നമ്മളുടെ കൂടെ ഇടിച്ച് ചേരുന്നല്ലോ. അപ്പോൾ ഇതെന്തുവാ അന്ന് ഇപ്പം നമ്മൾ ഞാൻ തമിഴ്നാട്ടിലെ ഈ കോലം ഇടും. മാർഗഴി മാസം മൊത്തം, ഡിസംബർ മാസം മൊത്തം ധനൂർ മാസത്തിൽ കോലം ഇടും. കോലം ഇടുന്നതിനൊക്കെ വേറെ സയൻസ് ഉണ്ട്, അതൊക്കെ വേറെ, നമുക്കത് വിടാം. ഇപ്പോൾ മുറ്റത്ത് കോലം ഇടും, ചിലപ്പോൾ മുറ്റം ഇല്ലെങ്കിൽ റോഡ് വരെ കോലം ഇടും. വലിയ വലിയ കോലങ്ങളാണ് ഇടുന്നത്. നിൻ്റെ വീട്ടിലെക്കാട്ടിലും വലുത് ഞാൻ, എൻ്റെ വീട്ടിലെക്കാട്ടിലും നിനക്ക്, അങ്ങനെ മത്സരിച്ചാണ് കോലം ഇടുന്നത് ആ മാസം. ഈ കോലം ഇട്ടേ പിന്നീട് വലിയൊരു കോലം ഇട്ടേ പിന്നീട് കൈ കൊണ്ട് ഇങ്ങനെ മാച്ച് കളഞ്ഞു, അല്ലെങ്കിൽ കാലുകൊണ്ട് എല്ലാം തട്ടി, കോലപ്പൊടിയെല്ലാം തട്ടി, ഡിസൈനെല്ലാം തട്ടി മാച്ച് കളഞ്ഞു. അതെങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മളുടെ ആസ്ട്രൽ ബോഡിയിൽ പല 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 വിധത്തിൽ അതിനെ ചിന്നാഭിന്നമാക്കി കളയും. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലാണ് സദ്ഗുരു പറഞ്ഞത് ഒരുത്തന് ഒരുത്തി അല്ലെങ്കിൽ ഒരുത്തിക്ക് ഒരുത്തൻ എന്നുള്ള രീതി വേണം നമ്മൾ ജീവിക്കാൻ. അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി വരെ നമുക്ക് ചീത്തയാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അത് ശരി തന്നെയാണ്, റൈറ്റ്? അപ്പോൾ ദ മീനിങ് ഓഫ് മാരേജ്, ഇപ്പോൾ ഇതൊന്നും ഒരു പുതിയ ടോപ്പിക്കും അല്ല. മീനിങ് ഓഫ് മാരേജിന് വേണ്ടി ഒരു വീഡിയോ ഇടുന്നുമില്ല ഞാൻ. അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിനെ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ മീനിങ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്, മാരേജിൻ്റെ അർത്ഥം, ഈ വിവാഹത്തിൻ്റെ അർത്ഥം എന്തുവാ എല്ലാവർക്കും അറിയാം. എന്നാലും ഈ വിവാഹം എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഇതേ ഒരു കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും, അതാണ് ശരി. വെറും പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അവരുടെ ആ മാരേജിൻ്റെ ബന്ധം നിലച്ച് നിൽക്കണമെങ്കിൽ, നീടിച്ച് നിൽക്കണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ലവ്, സ്നേഹം, അഫെക്ഷൻ, ലവ്. ഞാൻ പറയുന്നത് ലവിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്ത് വേണം? റെസ്പെക്റ്റ് വേണം. എന്നെ സംബന്ധിച്ചവരെ അതാണ്. അതായത് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പം വൈകുന്നേരം ഭർത്താവ് വരുമ്പം ഭാര്യ എണ്ണിച്ച് സല്യൂട്ട് അടിക്കുക, അങ്ങനത്തേ അല്ല. ഞാൻ ഫിസിക്കലായിട്ടുള്ള റെസ്പെക്റ്റേ അല്ല പറയുന്നത്. അതായത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഫീലിങ്സിന് റെസ്പെക്റ്റ് കൊടുക്കണം. അവൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾക്ക് അനുകൂലമായിട്ട് അവൾ ചിന്തിക്കണം. എല്ലാ വികാരങ്ങൾക്കും നല്ല പറയുന്നേ, ചില ന്യായമായ ഫീലിങ്സ് വരുമ്പം അവളും കൂടെ അതിന് കൂടെ ഒത്തു നിൽക്കണം. അതേപോലെ വൈസ് വേഴ്സ എന്ന് വെച്ചാൽ ഭാര്യയുടെ ആഗ്രഹത്തിനും അവളുടെ അവൾക്കുള്ള ഇഷ്ടാനുഷ്ഠാനങ്ങൾക്കെല്ലാം അവനും ഒത്തു നിൽക്കണം.
അതാണ് റെസ്പെക്റ്റ്. ഇപ്പോൾ ഇത്രയും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി നല്ല രീതിയിൽ. ആ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹവും വരും. അതാണ് എൻ്റെ. സോ മോർ ദാൻ ലവ്, വാട്ട് ഈസ് നീഡഡ് ഈസ് റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മനസ്സിൻ്റെ വികാരങ്ങളെ നമ്മൾ അതിനേറ്റ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ. അപ്പം ഇപ്പോൾ ഈ മീനിങ് ഓഫ് മാരേജ് എന്ന് പറയുമ്പം അദ്ദേഹം എന്തൊക്കെയാണ് ചില വാക്കുകളൊക്കെ അദ്ദേഹം പറയുന്നത്, മാരേജ് ഇൻ ദ റിയൽ സെൻസ് മസ്റ്റ് ബി ഓൺ എ സ്പിരിച്വൽ ബേസിസ്. സ്പിരിച്വൽ ബേസിസിൽ വേണം നമ്മൾ ഈ കല്യാണത്തിനെ കൊണ്ടുപോകാൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടിയത്? ഈ ഹാർട്ടും ഒന്നിച്ച് ചേരുന്നു, മനപ്പൊരുത്തമുണ്ട്, അതുകൊണ്ട് വരുന്ന ദേഹപ്പൊരുത്തം, പിന്നെ സത്യസന്ധം, രണ്ടുപേരുടെ ഇടയിലും സത്യസന്ധമായിട്ടുള്ള ഒരു ആത്മാർത്ഥതയായിട്ടുള്ള സത്യസന്ധം, ഓണസ്റ്റി, ആത്മാർത്ഥത, സിൻസിയറിറ്റി, അതേമാതിരി ദയ, കൈൻഡ്നെസ്, അതുപോലെ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ ഒരു ന്യായം, ധർമ്മം, നീതി പുലർത്തുക, ഒരു സമ്പൂർണത കൊണ്ടുവരിക, ഇതൊക്കെയാണ് വേണ്ടിയത്. അത് മാത്രമല്ല ഒരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു സുരക്ഷിതം. ശരി, ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കയറുമ്പം അവൾ ജനിച്ച് വളർന്ന് വന്ന സാഹചര്യം മൊത്തം അവളുടെ അമ്മയും അച്ഛനും കൂടപ്പിറന്നവരും ഫ്രണ്ട്സ് ബാക്കി എല്ലാവരെയും വിട്ടിട്ടാണ് ഈ താലി കെട്ടിയവൻ്റെ കൈ പിടിച്ച് വരുന്നത് അവൻ്റെ വീട്ടിൽ താമസിക്കാൻ. ഈ വലിയ ഒരു മരത്തിനെ വേരോട് പിഴുത് വേറെ ഒരു സ്ഥലത്ത് നടുന്ന പോലെയാണ് അത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്തോ കണ്ടോണ്ടാണ് അവൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് വരുന്നത്. ശരി, അവൻ്റെ കൂടെ ജീവിക്കുമ്പം എൻ്റെ ലൈഫ് സെക്യൂർഡാണ്, എൻ്റെ ജീവിതത്തിന് ഒരു കുറവും വരത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് അവൾക്ക് തോന്നുന്ന കൊണ്ടാണ്. അതുപോലെയാണ് ആണുങ്ങൾക്കും. ഇവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഇവളെ എന്നെ നോക്കും, എൻ്റെ അമ്മയും അച്ഛനെയും നോക്കും, എൻ്റെ അനിയനെ അനിയത്തിയൊക്കെ നോക്കും, എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നോക്കും, എല്ലാ രീതിയിലും എനിക്ക് ലൈഫ് ലോങ് ഒരു സപ്പോർട്ടായിട്ടിരിക്കും എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരുത്തിയെ കൈ പിടിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പം ഇതൊന്നുമേ ഇല്ലാതെ ആക്കിയാൽ പിന്നെ അതിന് അർത്ഥമില്ല. ആ കല്യാണമെന്ന് പറയുന്നതിന്, ആ ദാമ്പത്യത്തിന് അർത്ഥമില്ലാതെ പോകും. അപ്പം ഇപ്പം അതായത് ഒരുത്തി ഒരു 2 കിലോ സ്വർണം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ട്, നല്ല പണമുള്ള പൈസയാണ്, പാർട്ടിയാണ്, നല്ല പശയുള്ള പാർട്ടിയാണ്, ഇങ്ങനെയൊക്കെയാണല്ലോ ആളുകൾ സംസാരിക്കുന്നത്. നല്ല പശയുള്ള ഇടം, 2 കാറ് കൊണ്ടുവരും, 4 വീടുണ്ട്, ഒറ്റ മോളാണ്, കുറേ ഭൂസ്വത്തുണ്ട്, അതെല്ലാം നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ച്, സ്വത്തിനെ മാത്രം വിചാരിച്ച് ഒരുത്തിയെ കല്യാണം കഴിച്ചാൽ അത് എന്നും നല്ല രീതിയിൽ പോകണമെന്നില്ല. അതേപോലെ ഒരു പെണ്ണാണെങ്കിലും ശരി, ഞാൻ 10-20-25 വർഷം കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു, കുറേ ജോലി ചെയ്തു, എനിക്ക് 10-30 വയസ്സായി, ഒരു ജോലി ചെയ്ത് മടുത്തു, ഇനി നല്ല ഒരു കല്യാണം കഴിച്ച് അവൻ കൊണ്ടുവരുന്ന സമ്പാദ്യത്തിൽ ജീവിക്കണം, എനിക്ക് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു കല്യാണത്തിന് നമ്മൾ പോകരുത്. കല്യാണമെന്ന് പറയുന്നത് ഇന്നോ ഒരു ദിവസമോ ഒരു വർഷമോ ജീവിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഹസ്ബൻഡിനെ കിട്ടണമെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിന് മുമ്പേ ഈ പ്രിപ്പറേഷനൊക്കെ നടക്കണം. അപ്പോൾ ഒരു ഡൈവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ തീരുമാനിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്നും കൂടെ അങ്ങേര് പറയുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹൗ ടു അട്രാക്ട് ദി ഐഡിയൽ ഹസ്ബൻഡ്. ഒരു ഐഡിയൽ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഓരോ പെണ്ണിനും
അവളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കാണും. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ചിലർ ഫിസിക്കൽ അപ്പിയറൻസിന് നല്ല ഹാൻഡ്സമായിരിക്കണം, നല്ല എനിക്ക് കളർ പോരാ, അപ്പം ഞാൻ നല്ല കളറുള്ളവനായിരിക്കണം, സ്മാർട്ടായി